സാധാരണയായി ഇന്റീരിയർ ചെയ്യാൻ ഞങ്ങളുടെ അടുക്കൽ വരുന്ന കൂടുതൽ ആളുകളും വീടിൻ്റെ സ്ട്രക്ചർ പൂർത്തിയായതിനു ശേഷം അല്ലെങ്കിൽ തേപ്പ് പണിയൊക്കെ ആയി ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഇന്റീരിയർ പ്ലാൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഒത്തിരി പ്രയാസങ്ങൾ വരുന്ന ആളുകളും അതുപോലെ ഡിസൈൻ ചെയ്യുന്നത് ഞങ്ങളും നേരിടാറുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സ്പേസ് ഒപ്റ്റിമൈസേഷൻ കൃത്യമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കാതെ വരും. നമ്മൾ അകത്ത് ഉപയോഗിക്കുന്ന ഇന്റീരിയറിൻ്റെ ആയിട്ടുള്ള എല്ലാ വാർഡ്രോബ് ആവട്ടെ, കോട്ടാവട്ടെ, സോഫയോ മറ്റ് TV യൂണിറ്റോ എന്തുമാവട്ടെ, അതെല്ലാം കൃത്യമായ സ്ഥലത്ത് കൃത്യമായി ആഗ്രഹിക്കുന്നത് പോലെ പ്ലേസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്കകത്ത് ആഗ്രഹങ്ങൾ നമ്മുടെ ഇന്റീരിയർ എങ്ങനെ ചെയ്യണമെന്നുള്ള ഒത്തിരി ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങൾ ട്യൂട്ടോറിയൽസ് ആയിട്ടും മറ്റൊക്കെ നമ്മൾ യൂട്യൂബിലും മറ്റെല്ലാം കാണുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഈ പ്ലേസിനകത്ത് നമ്മൾ ചെയ്തു വന്ന ആ സ്ട്രക്ചറിനകത്ത് ഉൾക്കൊള്ളിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിലും കൃത്യമായി ഏർലി സ്റ്റേജിൽ പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇടുക്കിലും പൊളിക്കലുമൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ പണിത വീടുകൾ വീണ്ടും ഇടിക്കുക, വീണ്ടും പൊളിക്കുക, അത് മുഖാന്തരം ഉണ്ടാകുന്ന പൊടി, അത് മുഖാന്തരം ഉണ്ടാകുന്ന ശല്യങ്ങൾ, അത് മുഖാന്തരം ഉണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒന്ന് പണിത് വന്നു, വീണ്ടും അത് പൊളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുക. ആഗ്രഹം അകത്തുള്ളത് കൊണ്ട് നമ്മൾ ആ ആഗ്രഹം പോലെ നമ്മുടെ വീട് ചെയ്യാതിരിക്കുന്ന നിർവാഹമില്ലല്ലോ. അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ഇടിക്കുകയും പൊളിക്കുകയും ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ പലപ്പോഴും ഞങ്ങളോട് ആളുകൾ ചോദിക്കാറുണ്ട്, അതൊന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കുമോ? അപ്പം അത് ഒഴിവാക്കിയാൽ നമ്മുടെ ആഗ്രഹം പോലെ ഇന്റീരിയർ ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഇന്റീരിയർ പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽസും നമ്മുടെ ടൈമുമാണ്. ഇടിക്കലും പൊളിക്കലും വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായ സാമ്പത്തിക നഷ്ടം പല സ്ഥലങ്ങളിലും കണ്ടുവരാറുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ഏർലി പ്ലാനിങ്ങിലൂടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന് സമയമാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന സമയത്ത് പോലും ഇന്റീരിയർ പൂർത്തീകരിച്ച് വീടിനകത്ത് താമസമാക്കുവാനായിട്ട് സാധിക്കാത്ത സാഹചര്യങ്ങൾ പലയിടത്തും കാണാറുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി പറഞ്ഞതുപോലെ കൃത്യമായുള്ള ഏർലി സ്റ്റേജിലെ പ്ലാനിങ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കാം. നമ്മുടെ വീട് നിങ്ങൾ എപ്പോഴാണോ വീട് വെക്കാനായിട്ട് തീരുമാനിക്കുന്നത്, എപ്പോഴാണോ പ്ലാൻ വരയ്ക്കുന്നത്, അതിനോട് ചേർന്ന് തന്നെ ഇന്റീരിയർ കൂടെ ചെയ്യുവാനായിട്ട് പ്ലാൻ ചെയ്യുകയും ഇന്റീരിയർ ഡിസൈൻ ചെയ്യുകയും ചെയ്താൽ ഒത്തിരി സമയ നേട്ടവും ഒത്തിരി പണ നേട്ടവും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്പേസ് ഒപ്റ്റിമൈസേഷനും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീട് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇന്റീരിയർ പ്ലാൻ ചെയ്യുക, നിങ്ങളുടെ കൃത്യമായ നിലയിൽ സ്പേസ് ഒപ്റ്റിമൈസ് ചെയ്യുക, തലവേദനയും ശല്യങ്ങളും ഒഴിവാക്കുക.